Welcome to Bizol. I am Deepthi Rahul. Today we have Dr. Lissy Shahjahan, the celebrity coach, life coach, and author, to have a session with her with regards to women empowerment. Ma'am, we would like to ask you a few questions regarding this. Please and thank you so much. മാം എന്തുകൊണ്ടാണ് ഇത്രയും സ്ത്രീകൾ മിണ്ടാതെ സഹിക്കുന്നത് ഈവൻ ടു ദ പോയിന്റ് ഓഫ് ടേക്കിംഗ് ദെയർ ഓൺ ലൈഫ്സ്? തീർച്ചയായിട്ടും സമൂഹവും കുടുംബവും ഒക്കെ കണ്ടീഷൻഡ് ആക്കിയിരിക്കുന്ന ആ രീതിയിലാണ്. സ്ത്രീകൾ അഡ്ജസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ അവരുടെ ഇമോഷൻസ് ഒരു പരിധിക്കപ്പുറം പുറത്ത് പറയാൻ പാടില്ല. മറ്റുള്ളവർ എന്ത് കരുതും, മറ്റുള്ളവരോട് ഇത് ഷെയർ ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ ഡിഗ്നിറ്റി, എൻ്റെ സെൽഫ് വർത്ത് കൂടുതൽ ഡാമേജിങ് ആകില്ലേ എന്നുള്ളൊരു ചിന്ത സമൂഹവും അതുപോലെ തന്നെ കുടുംബവും കണ്ടീഷനാക്കി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് പല സന്ദർഭങ്ങളിലും ഡൊമസ്റ്റിക് വയലൻസ് ഉണ്ടാകുമ്പോൾ, അതല്ലെങ്കിൽ മറ്റുള്ള തരത്തിൽ അബ്യൂസ് ആകപ്പെടുന്ന സ്ത്രീകൾ പോലും ഒന്നും മിണ്ടാതെ സഹിക്കുന്നത്. പക്ഷേ എനിക്ക് പറയാനുള്ളത്, സ്ത്രീകളുടെ പവർ എന്ന് പറയുന്നത് അവരുടെ ശബ്ദമാണ്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അവർ ഉറക്കെ തന്നെ പറയണം. അവരുടെ ടോളറൻസ് കപ്പാസിറ്റി അനുസരിച്ചിട്ടാണ് അവരുടെ ഫ്യൂച്ചർ അല്ലെങ്കിൽ അവരുടെ സെൽഫ് വർത്ത് നിർണ്ണയിക്കുന്നത്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ സ്ത്രീകൾ അവരുടെ വോയിസ് അപ്പ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു സൊല്യൂഷനായിട്ട് എനിക്ക് തോന്നുന്നത്. ശരിയാണ്. ഒരു സ്ത്രീയെ സംബന്ധിച്ചോളം അവരുടെ ഫാമിലി അല്ലെങ്കിൽ ആ കമ്മ്യൂണിറ്റി എന്ത് റോളാണ് പ്ലേ ചെയ്യുന്നത് അവരെ ബ്രേക്ക് ചെയ്യാനും ബിൽഡ് ചെയ്യാനും അവരുടെ സ്ട്രെങ്ത്തിന് വേണ്ടി? ഡെഫിനറ്റായിട്ട് ഒരു പെൺകുട്ടി വളർന്നു വരുന്ന സാഹചര്യമാണ് അവളുടെ പേഴ്സണാലിറ്റിയെ ഗ്രൂം ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു വ്യക്തിയായിട്ട് ഒരു സ്ട്രോങ് പേഴ്സണാലിറ്റി ആണോ അല്ലെങ്കിൽ വീക്ക് പേഴ്സണാലിറ്റി ആണോ എന്ന് ഡിറ്റർമിൻ ചെയ്യുന്നത് എൻവയോൺമെൻറ്റും ഫാമിലിയുമാണ്. ഇപ്പോൾ ക്രിറ്റിസിസം കേട്ട് വളരുന്ന കുട്ടി, ടോക്സിക് എൻവയോൺമെൻറ്റിൽ വളരുന്ന കുട്ടി, അതിന് ഒരിക്കലും ഒരു സെൽഫ് വർത്തും സെൽഫ് കോൺഫിഡൻസും ഉണ്ടാവില്ല. ഇത് അഡ്ജസ്റ്റ് ചെയ്ത്, നേരത്തെ പറഞ്ഞ സൈലൻ്റായിട്ട് ഇതെല്ലാം സഹിക്കും, ടോളറേറ്റ് ചെയ്യും. ടു ദ പോയിൻ്റ് കഴിയുമ്പോൾ ഓവർവ്യൂം ഉണ്ടാകുന്നു. ഒരു പക്ഷേ തനിച്ച് തന്നെ ചിലപ്പോൾ ഒരു സൂയിസൈഡിലേക്ക് പോകാം, അതല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ പ്രോബ്ലം ഉണ്ടാകാം, അല്ലെങ്കിൽ ഒരു സ്മൂത്തായിട്ട് അവരുടെ ലൈഫ് കൊണ്ടുപോകാൻ സാധിക്കാതെ വരുന്നു. അതുകൊണ്ടാണ് ഇന്ന് കാണുന്ന ഒരുപാട് പ്രശ്നങ്ങൾ നമ്മളങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ പറയാനുള്ളത്, നമുക്ക് നമ്മുടെ പെൺകുട്ടികളെ എത്രത്തോളം അപ്രീസിയേഷനും സ്നേഹവും അതുപോലെ വാത്സല്യവും സെക്യൂരിറ്റിയും കൊടുത്ത് വളർത്താൻ പറ്റും, അങ്ങനെയുള്ളൊരു സാഹചര്യം നമ്മുടെ വീടുകളിൽ തന്നെ ഉണ്ടാക്കുക എന്നുള്ളതാണ് എനിക്കിവിടെ പറയാനുള്ളത്. അതെ, അവരവരുടെ വീടുകളിൽ തന്നെ ഉണ്ടാക്കി അവർക്ക് ഓട്ടോമാറ്റിക്കലി സ്ട്രെങ്ത് ഉണ്ടാവും. കറക്റ്റ്. മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്ന ഒരു കാര്യം ഇപ്പം ഓപ്പൺലി ഡിസ്കസ് ചെയ്യുന്നൊരു ടോപ്പിക്കാണ്. എന്നാൽ പോലും സ്ത്രീകൾ ഇപ്പോഴും സ്ട്രഗിൾ ചെയ്യുന്നു ഒരു ടൈംലി ആയിട്ടുള്ള ഒരു ഹെൽപ്പ് സീക്ക് ചെയ്യാൻ വേണ്ടി. സോ അതിനെക്കുറിച്ച് മാം എങ്ങനെയാണ് ഒരു അവെയർനെസ് അല്ലെങ്കിൽ ഒരു റിയൽ ആക്ഷൻ ചെയ്യാൻ പറ്റുന്നത് നമുക്ക്? മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റേജ് മാത്രമാണ് ഈ അവെയർനെസ് എന്ന് പറയുന്നത്. പക്ഷേ അതിന് ശേഷമുള്ളൊരു ആക്ഷൻ സ്റ്റെപ്സ് ഉണ്ട്. അത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്, സമൂഹത്തിൻ്റെ ബാധ്യതയാണ്. സമൂഹത്തിന് നമ്മൾ സ്ത്രീകൾ ഇത്തരമുള്ള സാഹചര്യം ഫേസ് ചെയ്യുന്ന കാണുമ്പോൾ നമ്മൾക്കൊരു ഉത്തരവാദിത്തമുണ്ട്. അപ്പോൾ ഈ ഇടയ്ക്ക് നമുക്കറിയാം ഷാർജയിൽ സംഭവിച്ചിട്ടുള്ള 2 സ്ത്രീകളുടെ മരണം. അപ്പോൾ അതിന് ശേഷമുണ്ടായ സംഭവ വികാസങ്ങളെക്കുറിച്ച് ഏറെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോഴും ഇതൊരു ടാബു സബ്ജക്റ്റ് തന്നെയാണ്. ഒരു പക്ഷേ ഒരു റിലവൻ്റ് ആയിട്ടുള്ള പവർഫുള്ളായിട്ടുള്ള ഒരു സപ്പോർട്ട് സിസ്റ്റം അവർ സീക്ക് ചെയ്യാത്തതാകാം, തുറന്ന് പറയാത്തതാകാം, അതല്ലെങ്കിൽ സപ്പോർട്ട് സിസ്റ്റം അവർക്ക് ഫാമിലിയിലോ അല്ലെങ്കിൽ ഫ്രണ്ട് സർക്കിളിലോ ഇല്ലാത്തതാകാം, അതിന് ആരോട് ചെന്ന് പറയണമെന്ന് അറിയാത്തതാകാം. ഇങ്ങനെ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലാണ് ഇങ്ങനത്തെ ഒരു സാഹചര്യം വരുന്നത്. അപ്പോൾ അവെയർനെസ് മാത്രം പോരാ, അതിന് നമ്മൾ ഡീപ്പർ ലെവലിൽ വർക്ക് ചെയ്യുകയും വേണം. അപ്പോൾ ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ തന്നെ ഇപ്പോൾ 5 ദിവസത്തെ ഒരു ഇവൻറ്റ് സംഘടിപ്പിക്കുന്നുണ്ട്. ആ 5 ദിവസത്തെ ഇവൻറ്റിൽ ഒരു ദിവസം പറയുന്നത് സ്ത്രീകളുടെ പ്രശ്നത്തെക്കുറിച്ചാണ്. സ്ത്രീനെ എങ്ങനെ ഫിനാൻഷ്യലി എംപവർ ചെയ്യാം, അവരുടെ സക്സസ് സ്റ്റോറീസ് ഷെയർ ചെയ്യുക, മറ്റുള്ളവർക്ക് മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിലേക്ക്, ഇംപ്രസ് ചെയ്യുന്ന രീതിയിലേക്ക്, ഇൻസ്പയർ ചെയ്യുന്ന രീതിയിലേക്ക് ആ ഒരു സ്റ്റോറീനെ മറ്റുള്ളവരുടെ മുന്നിലേക്ക് ഷോപ്പ് ചെയ്യാനുള്ളൊരു വേദി, അതുപോലെ അവരുടെ കഴിവുകൾ അംഗീകരിക്കുന്ന ഒരു വേദി ഒരുക്കുന്നുണ്ട്. ഇപ്പോൾ ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ ഒരുക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം വേദികളിലൂടെ ഈ ഒരു സ്റ്റിഗ്മ മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കും. ഇന്ത്യൻ അസോസിയേഷൻ ഷാർജയിൽ മാം പറഞ്ഞ പോലെ ഓണത്തിന് ഒരു സെലിബ്രേഷൻ നടക്കുമ്പം വിമൻ എംപവർമെൻറ്റിൻ്റെ ഒരു സ്പെഷ്യൽ ഒരു ഡേ തന്നെ മാം ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. അപ്പം അത് ഏത് രീതിയിലാണ് വിമനെ ഹെൽപ്പ് ചെയ്യുന്നത്? തീർച്ചയായിട്ടും
സ്ത്രീക്ക് നൽകുന്ന ഒരു അംഗീകാരമാണ്. അർഹതയുള്ള സ്ത്രീകളെ അംഗീകരിക്കുക, അവരുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുക, അവരുടെ കഴിവുകളെ ഷോപ്പ് ചെയ്യാനൊരു ഇടം. അപ്പോൾ നാളുകളിൽ അവർക്ക് ബാക്കിയുള്ള സ്ത്രീകൾക്ക് അതൊരു ഇൻസ്പിറേഷനാണ്. അപ്പോൾ അതിനോടൊപ്പം തന്നെ കഴിവുകളെ അംഗീകരിക്കുന്നതിനോടൊപ്പം തന്നെ മുന്നോട്ട് പോകാനുള്ള ഗൈഡ് ലൈൻ, എങ്ങനെ അവർക്ക് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആകാം, എങ്ങനെ സ്വയം പര്യാപ്തരാകാം, മെൻ്റലി ഫിസിക്കലി ഇമോഷണലി ഹെൽത്തി ആയിട്ട് എങ്ങനെ ജീവിക്കാം. ഇങ്ങനെ ഒരു ക്രൈസിസ് ഇനിയും ഉണ്ടാകാൻ പാടില്ല. ഇങ്ങനെയുള്ളൊരു സാഹചര്യം വരുമ്പോൾ എവിടെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത്, ഇത്തരത്തിലുള്ള ഗൈഡ് ലൈൻ കൊടുക്കുന്ന ഒരു ദിവസം കൂടിയാണ് അന്ന് ഈ ഒരു വിമൺ എംപവർമെൻറ്റ് ഡേ എന്ന് പറയുന്നത്. എനിക്ക് പറയാനുള്ളത് ആരും ഇത് മിസ് ചെയ്യാതെ ഈ ഒരു ദിവസം ഉപയോഗപ്പെടുത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. സ്ത്രീകൾ ഏറെ ഫേസ് ചെയ്യുന്നൊരു വിഷയമാണ് കരിയറും ഫാമിലി ലൈഫും കൂടെ ബാലൻസ് ചെയ്തു പോകുന്നൊരു കാര്യം. അതിനെ സംബന്ധിച്ചോളം മാമിന് എന്ത് മെസ്സേജാണ് കൊടുക്കാനുള്ളത്? ശരിക്കും ബാലൻസിങ് എന്ന് പറയുന്നൊരു മിത്താണ്. ഹൗ ടു പ്രയോറിറ്റൈസ് യുവർ സെൽഫ്, ഫാമിലിയും കരിയറും, അതാണ് ദ പോയിൻറ്റ്. പ്രയോറിറ്റൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതൊരു സെൻസിബിളായിട്ട് ചെയ്യണം. ഇപ്പം മിക്കവാറും ഈ ഗിൽറ്റ് എന്ന് പറയുന്നൊരു ഇമോഷനിൽ ട്രാപ്പ് ചെയ്യപ്പെടുന്നത് വർക്കിംഗ് വുമണാണ്. അപ്പോൾ കുട്ടികളെ നന്നായിട്ട് നോക്കാൻ പറ്റുന്നില്ല, അവർക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് ഉള്ളൊരു പല ക്ലയൻസും എന്നോട് പറയാറുണ്ട്. പക്ഷെ ഉള്ള സമയം നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുക, നല്ല പവർ ആയിട്ട്, അതായത് ക്വാളിറ്റി ടൈം എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ഒരു ഗാഡ്ജറ്റിൻ്റെയും സാമീപ്യമില്ലാതെ കുട്ടികളോടൊപ്പം ഉള്ള സമയം മാക്സിമം നൽകുക. എന്നാൽ നാളെ അവരുടെ ഫ്യൂച്ചറിനും കൂടി വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്, പ്രയോറിറ്റൈസ് ചെയ്യാൻ കഴിയുക. എല്ലാ കാര്യവും നമ്മൾ ഒരുമിച്ച് എല്ലാം ചെയ്യണം, അമ്മ തന്നെ എല്ലാം ചെയ്യണം, വൈഫ് തന്നെ എല്ലാം ചെയ്യണം എന്നുള്ള ശാഠ്യം പിടിക്കാതിരിക്കുക. ഡെലിഗേറ്റ് ചെയ്യാം. നല്ലൊരു മെയ്ഡ് സെർവൻറ്റ് അങ്ങനെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതി ഡെലിഗേറ്റ് ചെയ്യണമെങ്കിൽ ഇത് രണ്ടും കൂടി ബാലൻസ് ചെയ്തുകൊണ്ട് പോകുന്ന വലിയ പാടുള്ള കാര്യമല്ല. എനിക്ക് തോന്നുന്നു വർക്കിംഗ് വുമണാണ് കൂടുതൽ പ്രൊഡക്റ്റീവ് ആകുന്നത്, കൂടുതൽ കാര്യം ചെയ്യുന്നതും അവർ തന്നെയാണ്. സോഷ്യൽ മീഡിയ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ആംപ്ലിഫൈ ചെയ്യുന്നുണ്ട് ഇൻ ടേംസ് ഓഫ് കമ്പാരിസൺ, ഇൻസെക്യൂരിറ്റി, ബോഡി ഇമേജ് ഇഷ്യൂസ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്ത് മെസ്സേജാണ് നമുക്ക് കൊടുക്കാൻ കഴിയുക? ഇപ്പോൾ നമ്മുടെ ഒരു സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒരു റീൽ അല്ലെങ്കിൽ ഒരു ഇമേജ്, ഒരു ഫോട്ടോ എന്ന് പറയുന്നത് ഒരുപാട് അതായത് ബ്യൂട്ടിഫിക്കേഷൻ പ്രോസസ്സ് പല ആപ്പിലൂടെയും കടത്തിവിട്ട് അതിനെ ഭംഗിയാക്കി ഒരു വ്യക്തിയുടെ പെർഫെക്റ്റ് ലൈഫിൻ്റെ ഒരു സെഗ്മെൻറ്റാണ് കാണിക്കുന്നത്. ഇപ്പം നോർമൽ ലൈഫിലുള്ള ഒരു വ്യക്തി വേറൊരാളുടെ പെർഫെക്റ്റ് ലൈഫും നമ്മുടെ ഇംപെർഫെക്റ്റ് ലൈഫും വെച്ചിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. അതാണ് ഈ പ്രശ്നം വരിക. അതൊരു റിയൽ ലൈഫും തമ്മിൽ ഓൾവേസ് ഡിഫറെൻ്റ് ആണ്. ഇവിടെ സൈക്കോളജിയിൽ പറയുന്നൊരു കാര്യമുണ്ട്, ഈ ഫോമോ എന്നാണ് പറയുക, ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് എന്ന് പറയും. എൻ്റെ ലൈഫ് അങ്ങനെ ആയില്ലല്ലോ, എൻ്റെ ലൈഫിൽ എന്തൊക്കെയോ മിസ് ചെയ്യുന്നല്ലോ, എനിക്ക് ഇത്രയും ഭംഗിയായിട്ട് ഇരിക്കാൻ പറ്റുന്നില്ലല്ലോ, എനിക്ക് സന്തോഷിക്കാൻ പറ്റുന്നില്ലല്ലോ. മനസ്സിലാക്കേണ്ട ഒരൊറ്റ കാര്യമുള്ളൂ, അത് റിയൽ ലൈഫാണ്. റിയൽ ലൈഫിൻ്റെ അതിൻ്റെ ലോജിക്കുണ്ട്. അതൊരു എൻ്റർടൈൻമെൻറ്റിന് മാത്രമുള്ളതാകുകയും അത് കണ്ട് കളയാൻ, അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾ അഡിക്റ്റ് ആണെങ്കിൽ, അതായത് കാണുന്നത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് കാണുക, പക്ഷേ ലോജിക്ക് അപ്ലൈ ചെയ്യുക, ഇതല്ല റിയൽ എന്നുള്ളത് അപ്ലൈ ചെയ്യുക. അത് വെച്ചുകൊണ്ട് നമ്മളെ കമ്പാരിസൺ ചെയ്യാതിരിക്കുക. നമ്മുടെ വാല്യൂവിനെ അല്ലെങ്കിൽ നമ്മളെ കൂടുതൽ സ്നേഹിച്ച് സെൽഫ് ലവ് കൂട്ടിയും നമ്മളെ കൂടുതൽ കെയർ കൊടുത്തും പരിഗണിച്ചും കൊണ്ട് മുന്നോട്ട് പോകണമെങ്കിൽ ഈ തരത്തിലുള്ള ബോഡി ഷേമിംഗ് ഒന്നും നമ്മളെ അഫക്റ്റ് ചെയ്യാനേ പോകുന്നില്ല. മാം ഇപ്പം ഷെയർ ചെയ്ത ഈ മെസ്സേജ് തന്നെ വാല്യൂ ചെയ്ത ടു സം എക്സ്റ്റെൻറ്റ് ഒരുപാട് ഡിപ്രഷനിൽ പോകുന്ന ആൾക്കാർക്കും വളരെയധികം ഒരു ഇൻസ്പിറേഷനാണ് ഈ ഒരു കാര്യം. ഡൊമസ്റ്റിക് വയലൻസും ഇമോഷണൽ അബ്യൂസും ഇപ്പം ഓൾമോസ്റ്റ് ഓൾ ദ ടൈം അൺറിപ്പോർട്ടഡ് ആയിട്ട് വരുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ കേൾക്കുന്നതും കാണുന്നതും ഒന്നുമല്ല റിയൽ പിക്ചർ എന്നുള്ളത്. ഏറ്റവും കൂടുതൽ കേസസ് റിപ്പോർട്ട് ചെയ്യുന്ന ഡൊമസ്റ്റിക് അബ്യൂസ് ആൻഡ് ഡൊമസ്റ്റിക് വയലൻസ് ആണ്. അത് ഇമോഷണലി അബ്യൂസ് ചെയ്യാം, വെർബലി അബ്യൂസ് ചെയ്യാം. നമ്മളെല്ലാവരും ഫിസിക്കൽ അബ്യൂസ് മാത്രമാണ് കൺസിഡർ ചെയ്യുക. ഇമോഷണൽ അബ്യൂസും വെർബൽ അബ്യൂസും ഒരുപാട് ഹേർട്ട് ചെയ്യപ്പെടുന്നതാണ്. ഒരു വ്യക്തിയെ ഡിപ്രഷനിലേക്കും അല്ലെങ്കിൽ സെൽഫ് വർത്ത് കുറച്ചുകൊണ്ട്, കറേജ് കുറച്ചുകൊണ്ട്, എന്നെക്കൊണ്ട് ഒന്നിനും പറ്റില്ല, എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് എസ്പെഷ്യലി സ്ത്രീകൾ ആ ഒരു സ്റ്റേജിലേക്ക് എത്തുന്നത് തന്നെ ഈ വെർബൽ ആൻഡ് ഇമോഷണൽ അബ്യൂസ് കൊണ്ടാണ്. നമ്മൾ മാനസികമായി തകർക്കുക, അതുപോലെ നമ്മൾ അതായത് പെയിൻഫുൾ ആകുന്ന
ടോർച്ചറിങ് ആയിട്ടുള്ള വേർഡ്സ് യൂസ് ചെയ്യുക, ലാംഗ്വേജ് യൂസ് ചെയ്യുക. ഇതിന് നമുക്ക് എങ്ങനെ അതിനെ പ്രതിരോധിക്കാമെന്ന് ചോദിച്ചാൽ, തീർച്ചയായിട്ടും ഒരു സ്ത്രീയുടെ ശക്തി മനസ്സിലാക്കുക, വർത്ത് മനസ്സിലാക്കുക, സ്വയം സ്നേഹിച്ചുകൊണ്ട്, സ്വന്തം കരുത്ത് തിരിച്ചറിഞ്ഞുകൊണ്ട്, സ്വന്തം ശക്തി മനസ്സിലാക്കിക്കൊണ്ട് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവുക എന്നുള്ളതാണ്. അതാണ് അതിൻ്റെ റൂട്ട് കോസ് എന്ന് പറയുന്നത്. ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് അവൾക്ക് സ്വാഭാവികമായൊരു കോൺഫിഡൻസ് ക്രിയേറ്റ് ചെയ്യും. ആ കോൺഫിഡൻസ് ഒരു കറേജ് ഉണ്ടാക്കും. ആ കറേജ് നമ്മൾ കറേജ് ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പുറത്ത് നിൽക്കുന്ന ആൾ അറ്റാക്ക് ചെയ്യുന്നത് ഒഴിവാക്കും, എന്തായാലും ഒഴിവാക്കും. പിന്നെ നമ്മൾ യൂസ്ഫുള്ളാണ്, നമ്മുടെ ലൈഫ് കൊണ്ടും മറ്റുള്ളവർക്ക് പ്രയോജനം ഉണ്ടാകും എന്നുള്ളൊരു തോന്നൽ തന്നെ നമ്മളിൽ വളരെ ഒരു ശക്തി നമ്മളിലേക്ക് ഉണ്ടാകും. സോ എനിക്ക് എല്ലാ സ്ത്രീകളോടും പറയേണ്ടുന്ന ഒരു കാര്യം, നിങ്ങൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആകുക, ഒരു ചെറുതെങ്കിലും ഒരു വരുമാനം ഉണ്ടാകുന്ന ഒരു മാർഗം നോക്കുക. സ്വന്തമായി വീട്ടിൽ ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന ധാരാളം മേഖലകളുണ്ട്, അതിനെക്കുറിച്ച് അറിയുക, പഠിക്കുക, ചെയ്യുക എന്നുള്ളതാണ്. മാം, ഇന്നത്തെ ഈ സെഷനും കൊണ്ട് മാമിന് എന്ത് പേഴ്സണൽ മെസ്സേജാണ് നമ്മളുടെ ഈ ലോകത്തെ എല്ലാ ഭാഗങ്ങളിലും ഇരുന്ന് കാണുന്ന സ്ത്രീകൾക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്? സ്ത്രീ എന്ന് പറയുന്നത് വലിയൊരു പവറാണ്. ഫെമിനിൻ എനർജിയുടെ ഒരു പോസിബിലിറ്റിയും ഫെമിനിൻ എനർജിയുടെ ഒരു എലിവേഷനും എൻലൈറ്റൻമെൻറ്റും വേൾഡ് വൈഡ് തിരിച്ചറിയുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത്. സ്ത്രീ ഇല്ലാത്ത മേഖലകളില്ല, സ്ത്രീ ചെയ്യാത്ത ജോലികളില്ല. സ്ത്രീയുടെ ശക്തിയും അതുപോലെ കോൺഫിഡൻസും സ്ത്രീയുടെ ഒരു ഹീലിംഗ് പവറും ഒക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, തിരിച്ചറിയുന്നതാണ്. ഇത് ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ടത് സ്ത്രീ തന്നെയാണ്. ഓരോ സ്ത്രീയും അവളിൽ അടങ്ങിയിരിക്കുന്ന ശക്തി മനസ്സിലാക്കിയിട്ട് പുറത്തേക്ക് വരണം. അവരുടെ ജീവിതം മീനിങ് ഫുള്ളായിട്ട് ജീവിക്കണം. നമ്മൾ ഇമോഷണലി അതുപോലെ തന്നെ ഫിനാൻഷ്യലി ഒക്കെ ഇൻഡിപെൻഡൻ്റ് ആകണം. സ്വന്തം കാലിൽ നിന്നുകൊണ്ട് ഒരു സ്ത്രീ കോൺഫിഡൻ്റ് ആകുകയാണെങ്കിൽ, സ്ത്രീ എഡ്യൂക്കേറ്റഡ് ആകുകയാണെങ്കിൽ, സ്ത്രീ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആകുകയാണെങ്കിൽ, എംപവർ ആകുകയാണെങ്കിൽ സ്ത്രീക്ക് മാത്രമല്ല, വീടിലും സൊസൈറ്റിക്കും സമൂഹത്തിനും രാഷ്ട്രത്തിനും ലോകത്തിന് തന്നെ അത് നന്മയുണ്ടാക്കും. അത് ആംപ്ലിഫൈ ചെയ്യുന്ന ഒരു എഫക്റ്റാണ് സ്ത്രീ അബണ്ടൻ്റ് ആകുകയാണെങ്കിൽ എല്ലാ അർത്ഥത്തിലും. സോ അങ്ങനെ ഒരു അബണ്ടൻറ്റ് ഫ്രീ ലൈഫിലേക്ക് എല്ലാ സ്ത്രീക്കും അവകാശമുണ്ട്. എല്ലാ സ്ത്രീയും ഡിസർവിങ് ആണ്. അത് സ്വയം തിരിച്ചറിയുകയാണ് വേണ്ടത്. Thank you so much, ma'am. Thank you so much for the session and your time. Thank you so much.